തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയുടെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ബോർഡുകൾ കോർപ്പറേഷൻ അഴിച്ചുമാറ്റി. ബിജെപി നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ലിഷോയുണ്ട് വിശദാംശങ്ങളുമായി. ലിഷോയ്, എന്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ കോർപ്പറേഷൻ അധികൃതർ ഈ സ്ഥാപിച്ച ബോർഡുകളൊക്കെ മാറ്റി സ്ഥാപിച്ചത്? എന്താണ് അവർ നൽകിയ വിശദീകരണം? തൃശ്ശൂർ കോർപ്പറേഷൻ ഇപ്പോൾ ഈ ബോർഡുകളെല്ലാം എടുത്തു മാറ്റുന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട്, തൃശ്ശൂരിൽ നടക്കുന്ന സന്ദർശനവുമായി ബന്ധപ്പെട്ട് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബോർഡുകൾ കോർപ്പറേഷൻ അധികൃതർ എടുത്തു മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനെതിരെ പ്രതിഷേധവുമായി BJP നേതാക്കൾ എത്തുകയും ചെയ്തു. ഇതോടുകൂടി ഈ ഒരു ശ്രമത്തിൽ നിന്ന് കോർപ്പറേഷൻ പിന്മാറുകയായിരുന്നു. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം ഉൾപ്പെടെ നവകേരള സദസ്സ് ഉൾപ്പെടെ നടന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ബോർഡ് എടുത്ത് മാറ്റിയിരുന്നില്ല. അതുപോലെ തന്നെ മറ്റ് LDFന്റെ പരിപാടികളെല്ലാം നടക്കുമ്പോൾ എന്തുകൊണ്ട് ബോർഡുകൾ എടുത്തു മാറ്റുന്നില്ല എന്നുള്ളതാണ് BJP നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു പ്രശ്ന സാധ്യത ഉണ്ടാകുന്നത്? ഇത് മനഃപൂർവ്വം പ്രധാനമന്ത്രിയുടെ പരിപാടി അലങ്കോലമാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഈ CPM നേതൃത്വം മേയറും ചേർന്ന് നടത്തുന്ന നടപടിയാണ്. ഇതെന്താണ്? നരേന്ദ്രമോദിയുടെ ബോർഡ് മാത്രം വെക്കാൻ പാടില്ല. ഇത് എന്ത് ഉത്തരവാണ്? ആരാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്? സാധാരണഗതിയിൽ തൃശ്ശൂരിൽ മറ്റ് പാർട്ടികളെല്ലാം നടക്കുമ്പോൾ എങ്ങനെയാണ്? എല്ലാ പാർട്ടികളും പരിപാടി നടക്കുമ്പോൾ വ്യാപകമായിട്ട് ബോർഡ് വെക്കാറുണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾ വെച്ചതിന് 4 ഇരട്ടി ബോർഡുകളാണ് നവകേരള സദസ്സിന് വെച്ചത്. നവകേരള സദസ്സിന്റെ ബോർഡ് വഴിയിൽ തടഞ്ഞ് ഈ തൃശ്ശൂർ നഗരത്തിൽ കൂടി നടക്കാൻ സാധിക്കായിരുന്നില്ല. അപകടകരമായിട്ടുള്ള സ്ഥിതിയിൽ അതിന് 4-1 ബോർഡ് പോലും ഞങ്ങൾ സ്ഥാപിച്ചിട്ടില്ല. ഞങ്ങൾ സ്ഥാപിച്ച ഒരു ബോർഡ് പോലും ഇവിടുത്തെ ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ വെച്ചിട്ടില്ല. ഞങ്ങൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അപകടകരമായിട്ടുള്ള സ്ഥലത്ത് അപകടകരമായിട്ടുള്ള വിധത്തിൽ ഒരു ബോർഡ് പോലും ഞങ്ങൾ സ്ഥാപിച്ചിട്ടില്ല. കോർപ്പറേഷൻ അധികൃതർ എന്താ ഈ കാര്യത്തിൽ പറയുന്നുണ്ട്? കോർപ്പറേഷൻ അധികൃതർ ഞങ്ങൾ വിളിച്ച് ബന്ധപ്പെട്ടിട്ടും അവർ ഈ നടപടിയിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. അവർ കോർപ്പറേഷനെ വണ്ടി വിട്ടുകൊടുത്ത് വ്യാപകമായിട്ട് തൃശ്ശൂർ നഗരത്തിലെ ബോർഡുകൾ അഴിച്ചു മാറ്റിയാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, പിണറായി വിജയന്റെ തല വെച്ച് അവിടെ ഒരു കുഴപ്പമില്ല, വ്യാപകമായിട്ട് വെച്ചില്ലേ? വ്യാപകമായിട്ട് ഇപ്പോഴും അഴിച്ചു മാറ്റിയിട്ടില്ല. പല സ്ഥലത്തും INTUസിന്റെ സംസ്ഥാന സമ്മേളനം മിനിഞ്ഞാന്ന് ഇവിടെ നടന്നു. ഈ നഗരത്തിൽ വ്യാപകമായിട്ട് ബോർഡ് വെച്ചു. ഒരാളും ബോർഡ് അഴിച്ചു മാറ്റിയില്ല. അപ്പോൾ CPMന് ഒരു നിയമം, കോൺഗ്രസിന് ഒരു നിയമം, BJPക്ക് മാത്രം വേറൊരു നിയമം. എന്ത് നിയമം? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ബോർഡ് വെക്കാൻ പാടില്ലേ തൃശ്ശൂര്? അങ്ങനെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ തല കാണാൻ പാടില്ല, നരേന്ദ്രമോദിയുടെ തല പ്രദർശിപ്പിക്കാൻ പാടില്ല. അതെന്ത് നിയമമാണെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. തീർച്ചയായും ഈ വിഷയമാണ് BJP ഉന്നയിക്കുന്നത്. ഇനി ഇവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ നിന്നൊരു പിന്മാറാതെ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിറകോട്ടില്ല എന്നുള്ളൊരു നിലപാടിലാണ് നിലവിൽ BJP നേതാക്കൾ ഉള്ളത്. ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തി പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഈ അഴിച്ചുമാറ്റിയ ബോർഡുകളെല്ലാം തന്നെ കോർപ്പറേഷൻ തന്നെ തിരിച്ചു കെട്ടണം, ഇല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല. അതിനോടൊപ്പം തന്നെ നഗരത്തിൽ മറ്റിടങ്ങളിലെല്ലാം തന്നെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതെല്ലാം അഴിക്കുന്നതിന് വേണ്ടി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ശ്രമം നടത്തുകയാണ് എന്നുള്ള കാര്യമാണ് BJP നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്.